നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു കൊലപാതക പരമ്പരയുടെ പിന്നാമ്പറകളിലേക്കാണ് പ്രവാസി മലയാളി പോകുന്നത്. കോഴിക്കോട് കൂടത്തായിലെ ദുരൂഹ മരണത്തിൽ ജോളിയെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഈ കേസ് തെളിഞ്ഞതെന്നും ഇത്രയും കാലപ്പഴക്കമുള്ള മരണങ്ങളിൽ എങ്ങനെയാണ് തെളിവുകൾ നിരത്തുക എന്ന ആശങ്കയൊന്നും ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ ഇല്ല. കാരണം എത്ര പഴക്കമുള്ള മരണമായാലും സംഭവം നടന്ന് എത്ര വർഷം പിന്നിട്ടാലും സൈനൈഡ് ശരീരത്തിലുണ്ടായാൽ അസ്ഥി പരിശോധനയിലൂടെ അത് സ്ഥിരീകരിക്കാനാകും. അതുതന്നെയാണ് ഏറ്റവും പ്രധാന ഘടകം. 17 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ലഭിച്ച തുടയിൽ നിന്നാണ് ഫോറൻസിക് വിദഗ്ധർ സൈനൈഡിൻ്റെ അംശം കണ്ടെത്തുന്നത്. ഇതാണ് കേസിൽ നിർണായക വഴിത്തിരിവാകുന്നതും മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ദൈവം അവശേഷിപ്പിക്കുന്ന ആ തെളിവായി മാറ്റിവെക്കുകയായിരുന്നു ഇത്. സംഭവത്തിൽ ഇനിയും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. മറ്റ് 5 മരണങ്ങളും ഇവർ എങ്ങനെയാണ് നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലും ഇതിനിടയിലുണ്ടാകും. റോയിയുടെ മരണം സൈനൈഡ് ഉള്ളിൽ ചെന്ന് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കൊലപാതകത്തിന് ഉപയോഗിച്ച സൈനൈഡ് നൽകിയ ആളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കല്ലറ തുറന്ന് നടത്തിയ പരിശോധനയിലെ തെളിവുകൾ എന്തായാലും ഈ കേസിൽ നിർണായകമായിട്ടുണ്ട്. വടകര റൂറൽ SP ഓഫീസിൽ ഇന്ന് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു. മരിച്ച റോയിയുടെ ഉള്ളിൽ നിന്ന് സൈനൈഡിൻ്റെ അംശം എന്തായാലും കണ്ടെത്തിയെങ്കിലും ആത്മഹത്യ എന്ന ധാരണയിൽ അത് രഹസ്യമായി വയ്ക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ഇത് വ്യക്തമായിട്ടും ആ ഒരു നിലയിൽ അന്വേഷണം ഉണ്ടാകാതെ പോയി. കൂടുതൽ തെളിവുകൾ കൂടി പോലീസിന് നിരത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ DNA ഫലം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മറ്റ് 5 മരണങ്ങളുടെ കൂടുതൽ തെളിവുകൾ കൂടി പോലീസിന് ഇവിടെ നിരത്താനാവുകയുള്ളൂ. ഓരോ മരണത്തിനും വർഷങ്ങളുടെ ഇടവേള വരുത്തിയത് ബോധപൂർവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം. നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചുവെങ്കിലും വനിത ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. വേഗത്തിലുള്ള മരണം, 6 പേരുടെയും മരണത്തിലെ സമാനത, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കാനുള്ള വ്യഗ്രത, ഇക്കാര്യങ്ങളെല്ലാം സംശയം കൂട്ടുന്നതിലേക്ക് മാത്രമാണ് കാര്യങ്ങളെ എത്തിച്ചത്. നിരീക്ഷണത്തിലുള്ള 3 പേരുടെയും ഫോൺ വിളികളുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. മരിച്ചവർക്ക് പാരമ്പര്യമായി ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടായിരുന്നുവെന്ന് പ്രചരിപ്പിച്ചതിന് പിന്നിലും വ്യക്തമായ ആസൂത്രണം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 14 വർഷത്തിനിടെയുണ്ടായ മരണങ്ങളിൽ ദുരൂഹതയുണ്ട് എന്ന് കാട്ടി ബന്ധു നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. 2022 2016 ഇടയിലാണ് പിഞ്ചു കുഞ്ഞു മുതൽ വയോധിക വരെ കൂടത്തായിലെ പൊന്നാമറ്റം കുടുംബത്തിൽ മരിക്കുന്നത്. അന്നമ്മ, ഭർത്താവ് ടോം തോമസ്, അന്നമ്മയുടെ സഹോദരൻ മഞ്ചാടിയിൽ മാത്യു ടോം തോമസ്, അന്നമ്മ ദമ്പതികളുടെ മകൻ റോയി തോമസ്, ടോം തോമസിൻ്റെ സഹോദരപുത്രൻ ഷാജുവിൻ്റെ ഭാര്യ സലി, 10 മാസം പ്രായമുള്ള മകൾ എന്നിവരാണ് സമാന ലക്ഷണങ്ങളോടെ മരിച്ചത്. മരിച്ചവരുടെ ബന്ധങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു വിഷയത്തിൻ്റെ ദുരൂഹത ഏറെ വർദ്ധിക്കുന്നത്. 6 പേരുടെ മരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചതായി വടകര റൂറൽ SP KG സൈമൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതെല്ലാം ജോളി ആദ്യം ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ജോളിയെ കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബോൺ ടെസ്റ്റ്, എല്ലുകളുടെ പരിശോധന, എല്ലുകളിൽ സൈനൈഡിൻ്റെ അംശമാണ് ഈ കേസിൽ എന്തായാലും ഏറെ നിർണായകമാകുന്നത്.